ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ്റെ പുതിയ പടം. ഡയറക്ടർ കിരൺ ദാസ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് കിരൺ ദാസ് തന്നെയാണ്. കൂടെ ജിതിൻ ജോണും കൂടി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. മുജീബ് മജീദാണ് മ്യൂസിക്. ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുമ്പോൾ അതിൽ ആർട്ടിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഭയങ്കര ഡെത്ത് ഉള്ള ഒരു സാധനമാണ്. നമ്മൾ അതിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടു ചെന്നെത്തിക്കുന്ന പോലത്തെ ഒരു സംഭവമാണത്. ഇതിൻ്റെ റൈറ്റർ ഷാഹിദ് കബീർ. റോന്ത്, ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമകൾ ഈ പറയുന്ന ഷാഹിദ് കബീർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മൂവിയിലെ അഭിനേതാക്കൾ എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബൻ, ലിജിമോള്, കൃഷ്ണപ്രഭ, അങ്ങനെയുള്ള സുധീഷ്, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. കുഞ്ചാക്കോ ബോബൻ്റെ കുറേ പോലീസ് വേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം ഒരേ ടൈപ്പ് വേഷങ്ങളാണ് കുഞ്ചാക്കോ ബോബൻ ഈ അടുത്തിടെയായിട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും ഈ മൂവിക്ക് ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടിയാണ് ഇതിൽ കുറച്ച് ഹൊറർ കുത്തിത്തിരികിയിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബൻ്റെ സ്ഥിരം പോലീസ് വേഷങ്ങൾ വെച്ച് നോക്കുമ്പം ഇത് ഓഫീസർ ഒന്നുമല്ല, സാധാ ഒരു പോലീസ് കോൺസ്റ്റബിളാണ്. പോലീസിൽ കുറേ പേര് ആ പണി വിട്ടിട്ട് വരെ അഭിനയിക്കാൻ നടക്കുന്നുണ്ട്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പിന്നെ പോലീസുകാർക്കിടയിലുള്ള കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. പോലീസുകാർക്കിടയിൽ മാത്രമല്ല, ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസമുള്ളത് സിനിമാക്കാർക്കിടയിലാണ്. പടം വളരെ സ്ലോ ആണ്. കുഞ്ചാക്കോ ബോബൻ്റെ സ്ഥിരം പടങ്ങൾ പോലെ ഏകദേശം ആ ഒരു റേഞ്ചിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകും എന്നുണ്ടെങ്കിൽ അതൊരു ഹൊററും കൂടി കുത്തിത്തിരികിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ പല്ലീനെ പിടിച്ചിട്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലിജോമോളുടെ ക്യാരക്ടർ സൂപ്പറായിരുന്നു. കാരണം ഒരു സാധാ വീട്ടമ്മ, ഒരു കോൺസ്റ്റബിളിൻ്റെ വൈഫ്, അതായത് ഒരു പോലീസ് ക്വാർട്ടേഴ്സിൽ ഞെരുങ്ങി ജീവിക്കുന്ന ഒരു സാധാ വീട്ടമ്മയുടെ ആ വേഷം ലിജോമോള് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഹസ്ബൻഡും വൈഫും എങ്ങനെ ഇരിക്കണം എന്ന് കറക്റ്റായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ പലപ്പോഴും എൻ്റെ കണ്ണുവരെ നിറഞ്ഞുപോയി പല സീനുകളും കണ്ടിട്ട്. അവരുടെ ഫാമിലിയിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി അവിടെ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലെ കുറച്ച് രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ജീവിക്കുകയാണെന്ന് തോന്നും. അത്രത്തോളം സൂപ്പറായിരുന്നു ലിജോമോളും കുഞ്ചാക്കോ ബോബനും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്. സിനിമയുടെ കഥ പറയാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ ലിജോമോള് കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു സീനുണ്ട്. രണ്ടുപേരും പിരിയാണ് കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞ് ആ ഒരു കൈയുടെ ഫ്രാക്ചറൊക്കെ മാറിയിട്ട് ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരുമ്പം വീഡിയോ കോളാണ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഡോ ഞാൻ അങ്ങോട്ട് വരട്ടടോ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ താൻ വാടോ എന്ന് പറയുന്ന ഒരു സീനുണ്ട്. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് സങ്കടം വന്നു പോകും. അത്രത്തോളം ഇമോഷണലായിരുന്നത്. സൂപ്പറായിട്ടത് കുഞ്ചാക്കോ ബോബനും അഭിനയിച്ചിട്ടുണ്ട്, ലിജോമോളും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സീനൊക്കെ ആവശ്യമില്ലാത്ത കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു ചെക്ക് കിട്ടി വന്ന് അടിച്ചു വാരുന്നു, തുണി അലക്കുന്നു, അതൊക്കെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലൊരു ഹൊറർ നമുക്ക് അതിൽ നിന്ന് കിട്ടിയില്ല എന്ന് വേണം പറയാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രേതമുണ്ട്. പക്ഷെ പ്രേതം ഇങ്ങനെയും വരുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയും വരാം. കുറച്ചും കൂടി എനിക്ക് ബെറ്ററായി തോന്നിയത് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫാണ്. പക്ഷെ ഈ ഒരു ഹൊററിൻ്റെ ഒരു സംഭവം വരുമ്പോൾ ഈ കഥ വലിച്ചു നീട്ടി എവിടെയോ എത്തിക്കാൻ പാടുപെടുന്ന പോലെ എനിക്ക് തോന്നി. ഇതിന് ശക്തമായിട്ടുള്ളൊരു റീസൺ ഇല്ല. പക്ഷെ ഈ പ്രേതം വന്നു കണ്ടിട്ട് നമ്മൾ ഞെട്ടിയില്ല. നമ്മൾ വിചാരിച്ച അത്രയും ആ ഒരു ഹൊറർ ഇല്ലാത്തത് കൊണ്ടുള്ള സങ്കടമാണ് എനിക്ക്. ഒരു പ്രേതം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ആവാമായിരുന്നു എന്ന് തോന്നി. എന്തിനോ വേണ്ടി ഉണ്ടാക്കി വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ലോജിക്കില്ലാത്ത ഒരു ക്ലൈമാക്സ് ആയിപ്പോയി. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അന്ധവിശ്വാസിയായിട്ടുള്ള കുറേ പോലീസുകാർ. എന്തൊക്കെയായാലും ഫിലിം ഓവറോൾ സൂപ്പറാണ്, കണ്ടിരിക്കാം. നമ്മളൊരു ഹൊറർ പടത്തിൽ പല ആനിമൽസിനെയൊക്കെ യൂസ് ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷെ പല്ലീനെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഹൊററുമായിട്ട് ഇതൊന്ന് ബന്ധിപ്പിക്കാനായിട്ട് കുറേ പണിപ്പെട്ടിട്ടുണ്ട്. ഓവറോൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പെർഫോമൻസൊക്കെ അടിപൊളിയാണ്. എസ്പെഷ്യലി കുഞ്ചാക്കോ ബോബൻ, ലിജോമോൾ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ കെമിസ്ട്രി തന്നെ നമ്മുടെ കണ്ണ് നനയിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭാര്യ ഭർത്താവുമായിട്ട് വഴക്കിട്ടാലും അതെങ്ങനെ ഇരിക്കണം എന്നുകൂടി അതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. രണ്ടുപേരുടെയും പെർഫോമൻസ് പൊളിച്ചു.